സായിയും നന്ദനയും കൂടെ ഒരാളെ സേവ് ചെയ്തു. അതാണ് ഇന്നത്തെ ഡേയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഗെയിമിൽ സംഭവിച്ചിരിക്കുന്ന ട്വിസ്റ്റും. ആരെയാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് ലൈവിൽ ഇതുവരെയും കാണിച്ചിട്ടില്ല. അതാ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ആയിരിക്കും ആ സാധനം. ആരെയാണെന്നുള്ളത് സിജോയെയോ അഭിഷേകിനെയോ അപ്സരയോ ജാസ്മിനെയോ ഈ 4 പേരിൽ ഒരാളെയാണ് സേവ് ചെയ്യാൻ സാധ്യത. കാരണം ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. മാത്രമല്ല മിഡ് വീക്ക് എവിക്ഷൻ, ഈ മിഡ് വീക്ക് എവിക്ഷൻ പ്രതീക്ഷിച്ചാണ് നമ്മളുള്ള എല്ലാവരും ഇരിക്കുന്നത്. മിഡ് വീക്ക് വരും, കാരണം ഇത്രയും ആൾക്കാരിവിടെ ഉള്ളത് കൊണ്ട് ഒരു മിഡ് വീക്ക് 2 പേരെ എടുത്ത് വീക്കെൻഡിൽ കളയാൻ പറ്റിയ അവസരം, പിന്നീട് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ഫിനാലെ, അതിനുശേഷം ഫാമിലി, പിന്നെ ഒരാഴ്ച ഒന്നുമില്ല, പിന്നെ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി, അതിനുശേഷം ഫിനാലെ. ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അപ്പം മിഡ് വീക്ക് എവിക്ഷൻ അവരോട് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. കണ്ടന്റ് ക്ഷാമം രൂക്ഷമാണ്. പെണ്ണ് കാണൽ, അന്താക്ഷരി, കുളങ്കര തുടങ്ങി മത്സരങ്ങളെല്ലാം അതിനകത്ത് നടക്കുന്നുണ്ട്. അല്ല ഓണത്തിന് നടക്കും കണക്ക് നമ്മുടെ നാട്ടിലൊക്കെ നടക്കില്ല. അതുപോലെ എന്താണ് ലൈവിൽ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നോമിനേഷൻ കഴിഞ്ഞു. ഈ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ നന്ദന ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു, ഇവർ ചെയ്യുന്നു, അവരവരുടെ പണികൾ നോക്കുന്നു. പെണ്ണുങ്ങളെല്ലാം കൂടി അകത്തിരുന്നുകൊണ്ട് അന്താക്ഷരി കളിക്കുകയാണ്. ഈ പറഞ്ഞ ആണുങ്ങളെല്ലാം കൂടെ വെളിയിലിരുന്നുകൊണ്ട് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവരാരെയാണ് ഡയറക്ടർ സേവ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഒരാളെയാണോ സേവ് ചെയ്തത്, 2 പേരെയാണോ സേവ് ചെയ്തതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ സാധനം ആയതുകൊണ്ട് തന്നെ ഇത് ലൈവിൽ ഇവർ പറയുന്ന സമയത്തൊക്കെ മ്യൂട്ടാക്കാൻ കട്ടാക്കാൻ ചെയ്യാണ്. ഇവർ ആരെയാണ് സേവ് ചെയ്തതെന്ന് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന അല്ലാതെ വേർഡായിട്ട് വെർബലി നമുക്ക് കിട്ടുന്നില്ല. ഒരാളുടെ പേരായിട്ട് ഇവർ പറയുന്നില്ല. ഇവർ പറയുന്നുണ്ടെങ്കിൽ ആ സാധനം ബിബി കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് എപ്പിസോഡിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ്. അഭിഷേകിൻ്റെ സംസാരിക്കുമ്പോൾ തോന്നും സിജോയാണ് സേവ് ചെയ്തതെന്ന്, സിജോയുടെ സംസാരിക്കുമ്പോൾ തോന്നും അപ്സരയാണ് സേവ് ചെയ്തതെന്ന്, അപ്സരയുടെ സംസാരിക്കുമ്പോൾ തോന്നും ഈ പറയുന്ന അഭിഷേകിനെയാണ് സേവ് ചെയ്തതെന്ന്, വീണ്ടും നമുക്ക് തോന്നും ജാസ്മിനെയാണോ സേവ് ചെയ്തത്. ഒരു പിടിയുമില്ല ആരെയാണ് സേവ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ. പിന്നെ ഉള്ളൊരു സാധനമാണ് മിഡ് വീക്ക് എവിക്ഷൻ. ഈ മിഡ് വീക്ക് എവിക്ഷൻ വരും എന്നവർ നോക്കിയിരിക്കുകയാണ്. വീട്ടുകാർ ഫുള്ളും ഒരു മിഡ് വീക്ക് എവിക്ഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എസ്പെഷ്യലി സായിയൊക്കെ ഒന്ന് ഓണായി തുടങ്ങിയിട്ടുണ്ട്. ഗെയിം മൈൻഡിലൊക്കെ മിണ്ടാതിരുന്നിട്ട് സായിക്ക് ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മിഡ് വീക്കിൽ ഒരാളെ പോകും, വീക്കെൻഡ് 2 പേര് ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്. അത് ഈ ആഴ്ച വരുമോ എന്നറിയില്ല. ഫാമിലിയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരാളെ മിഡ് വീക്ക് എവിക്ഷൻ ചെയ്യുമോ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺപ്രഡിക്റ്റബിൾ ആണ്. തമിഴ് ബിഗ് ബോസിലൊക്കെ എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ച് വന്ന് വീടിനകത്ത് നിന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ടോപ്പ് 5 ഡിക്ലെയർ ചെയ്തു. കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ടോപ്പ് 5 ഡിക്ലെയർ ചെയ്തു. അപ്പം അതുപോലത്തെ ഒരു സാധനം ഈ ആഴ്ച ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട്. ഞാൻ ഇന്നലെ അറിഞ്ഞത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് എടുത്ത് കൺഫേംഡ് ആയിട്ട് പറഞ്ഞു. ഒന്നുകിൽ ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. അപ്പം നമുക്കത് നോക്കാം. പക്ഷേ ഈ ആഴ്ച വരാനുള്ള ചാൻസസും അടുത്ത ആഴ്ച വരാനുള്ള ചാൻസസ് ഒക്കെ കുറവാണ്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു വീക്കെൻഡ് കാണാൻ സാധ്യത കുറവാണ്. വീക്കെൻഡ് ചിലപ്പോഴേ ഉണ്ടാവത്തുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ് 21-ന്. അപ്പോൾ ഒരു മിഡ് വീക്ക് വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അല്ല, ഇപ്പോൾ സീറ്റൊക്കെ അവിടെ റിസർവ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് സീറ്റ് റിസർവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ ചെന്നൈയിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ലെന്ന് കേൾക്കുന്നു. എന്ത് ട്വിസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയണം. എന്നാലും ഒരു മിഡ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മിഡ് വീക്ക് അവിടെ ഇരുന്ന് അവിടെ കാണും. ഒരു മിഡ് വീക്ക് വീട്ടുകാരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരാരും അറിയുന്നില്ലല്ലോ ഫാമിലി വീക്ക് നേരത്തെ കയറി വരുവാണെന്ന് ആരും അറിയുന്നില്ല. പിന്നെ 2 പ്രൊമോ വന്നിട്ടുണ്ട്. 3 പ്രൊമോ വന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു പെണ്ണ് കാണാൻ ചടങ്ങിൻ്റെ പ്രൊമോയാണ്. അത് വീട്ടുകാർ നമ്മുടെ ഇതിനകത്ത് അവർ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന പോലെ നന്ദന പറയുന്നത് ജിൻഡോയെ പെണ്ണ് കാണാൻ വരുന്ന പെണ്ണ് ചായ കൊണ്ട് കൊടുക്കുന്നതും വീട്ടുകാരിന്ന് ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു രസകരമായ ഒരു പ്രൊമോ. രണ്ടാമത്തെ പ്രൊമോ എന്ന് പറയുന്നത് സ്പോൺസർ ടാസ്കിൻ്റെ ഒരു പ്രൊമോയാണ്. തുണി അലക്കുന്ന എന്തോ സാധനത്തിൻ്റെ ഒരു പ്രൊമോഷനായിട്ടുള്ള അതിൻ്റെ ഒരു പ്രൊമോ. പിന്നെ മൂന്നാമത്തെ പ്രൊമോയാണ് അവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ടാസ്ക്കാണ്. അത് ഈ ഗാർഡൻ ഏരിയയിൽ വെച്ച് വലിയ വലിയ വൃത്തങ്ങളും ചെറിയ ചെറിയ വൃത്തങ്ങളും ഉണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ വൃത്തങ്ങളിനകത്ത് ഓരോ സ്ഥലപ്പേര് എഴുതി വെച്ചിട്ടുണ്ട്, കള്ള സ്ഥലപ്പേര്. എന്നിട്ട് ബിഗ് ബോസ് ബസ് അടിക്കുമ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയും. അപ്പോൾ എല്ലാവരോടും ഓടി ആ റൗണ്ടിനകത്ത് കയറണം. റൗണ്ടിൻ്റെ വെളിയിൽ നിൽക്കുന്ന ആരാണോ അവർ ഔട്ടാവും. അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള ടാസ്ക്. ഇപ്പോൾ വീടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഒരൊറ്റ ടാസ്കും ബിഗ് ബോസ് കൊടുക്കുന്നില്ല. ഒന്നും ബിഗ് ബോസ് കൊടുക്കുന്നില്ല. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാറ്റർഡേയിലത്തെ എപ്പിസോഡ് നമുക്കറിയാം. ഫ്രൈഡേ ഇവർക്ക് ഡ്രൈ ഡേ ആണ്. ഡ്രൈ ഡേ മീൻസ് ഫ്രൈഡേ ഇവർക്ക് 10 മണി വരെ കിടന്നുറങ്ങാം, ഒരു പ്രശ്നവും ഇല്ല. ഇവർക്ക് എന്തും സംസാരിക്കാം. കുറേ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കവറപ്പ് ചെയ്ത് വെളിയിൽ വിടും. പിന്നെ ഇവർക്ക് പണിയൊന്നും ചെയ്യേണ്ടാത്തൊരു ഡേ ആണ് ഫ്രൈഡേ.
സാറ്റർഡേ അത് കാണിക്കത്തില്ല. സാറ്റർഡേ ആ സാധനം കാണിക്കത്തില്ല, ലൈവ് മാത്രമേ ഉള്ളൂ. ഫ്രൈഡേ ഡ്രൈ ഡേ ആണ്. ഇന്ന് എനിക്ക് കണ്ടപ്പോൾ ഫ്രൈഡേ പോലെയാണ് ഫീൽ ചെയ്തത്. നോമിനേഷൻ കഴിഞ്ഞതും ചത്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും വലിയ ഹൈലൈറ്റ് നോമിനേഷനാണ് ഇന്നത്തെ ഡേയിലെ. ഈ പറയുന്ന നോമിനേഷൻ മാത്രമല്ല, നോമിനേഷനിൽ ആ സേവ് ചെയ്ത ആൾക്കാരുടെ ഹൈലൈറ്റ് അത് നമുക്ക് നോക്കാം എന്താവുന്നു. ഞാൻ ഇത്ര നേരം ആ നോമിനേഷൻ 2:15 കഴിഞ്ഞിട്ട് ഈ നിമിഷം വരെ ലൈവ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു പുണ്ണാക്കും അതിനകത്തില്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. നോക്കാം, അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്താണെന്ന് ലൈവ് കണ്ടുകൊണ്ടിരുന്നവർ ഉറങ്ങി ചത്താണ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.